ഹായ് കൂട്ടുകാരെ, ഞാൻ ഇവിടെ ഒരു സിൽവർ കളർ റിബൺ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ 3 സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ വരുന്നത് 5 പീസ് റിബൺ ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. രണ്ട് സൈഡും ഇതേ കണക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ 3 ലെയർ പൂവ് ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് വെക്കാനുള്ള ചെറിയൊരു മുട്ട് പോണക്ക് ഉണ്ടാക്കിയെടുക്കണം. റിബൺ കൊണ്ട് നമുക്കിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോണക്ക് തന്നെ ഒന്ന് തിരിച്ച് ചെറുതായിട്ടൊരു പൂ ഉണ്ടാക്കിയെടുക്കാം. പൂ ഉണ്ടാക്കുന്നത് വ്യക്തമായില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടും അല്ലാത്ത പേപ്പർ കൊണ്ടും ഒക്കെ ഇങ്ങനത്തെ പൂ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ പൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിവശം ഒന്ന് തയ്ച്ചു കൊടുക്കാം. തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗ്ലൂ ഗൺ കൊണ്ടോ ഫെവി ബോണ്ട് കൊണ്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. അങ്ങനെ ഞാനിവിടെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തു വെച്ച ആ ഫ്ലവറുകളൊന്ന് ഒന്നൊന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ പണി ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പൂവിനകത്ത് ഇതേപോലെ ഞാനൊരു സ്ലൈഡും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.